ഇപ്പം ജിസയിലുമായിട്ടുള്ള പുതപ്പിഷ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ആര്യൻ എന്താണ് തോന്നിയത്? ഇത് ഇത്രമാത്രം വഷളാക്കേണ്ടിയിരുന്നോ എന്ന് ചിന്തിച്ചിരുന്നു? ആ പുതപ്പിഷു എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞത് ഇഷ്യൂവേ അല്ല. ഞാൻ എങ്ങനെയാണ് വളർന്നത്, എൻ്റെ പേരൻസ് എന്നെ എങ്ങനെ ഹൗ ദേ ഹാവ് ഈ പറഞ്ഞ പോലെ ഹൗ ദേ ഹാവ് ബോട്ട് മീ അപ്പ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അപ്പോൾ എനിക്കത് ഇഷ്യൂ അല്ല. ഒരു പെൺകുട്ടി ആ സൈഡിൽ കിടന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അതെനിക്ക് ഇഷ്യൂ ആയിട്ട് കാണാൻ, എനിക്ക് അത് ഇഷ്യൂ പോലെ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അനുമോൾ അവിടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് അവൾ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടി കുറച്ച് ബാഡ് ആക്കാൻ നോക്കി. ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരു പുതപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അതൊക്കെ കുറച്ച് ബാഡ് ആക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് വിഷമമായത്. ബിക്കോസ് നമ്മുടെ ജീവിതം ബിഗ് ബോസ് ആ വീട്ട് മാത്രമല്ല, അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്ക് കുറച്ച് സെൽഫ് റെസ്പെക്ട് വേണം. അപ്പോൾ എൻ്റെ ഈ സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യം അവൾ ചീത്തയാക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ അത് ഡിഫെൻഡ് ചെയ്യാൻ പോയത്. അനുമോളുടെ കാര്യത്തിൽ അധികം ഞാൻ ഇടപെട്ടിട്ടില്ല ഈ വീട്ടിൽ. ഈ സ്മോൾ ഇഷ്യൂസിൽ അവൾ കരയുമ്പോഴോ അതിൽ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ ഈ ഇഷ്യൂ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിഹത്യ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആയിരുന്നു. എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റും എൻ്റെ ഒരു ഇമേജിനെ ബാധിക്കുന്നൊരു ഇഷ്യൂ ആയ കാരണം എനിക്ക് കുറച്ച് വിഷമായപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ട അല്ലെങ്കിൽ ബിഗ് ബോസ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അനുമോൾ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇല്ലെങ്കിൽ നിങ്ങൾ അനുമോളെ ഇത് റോങ് പ്രൂവ് ചെയ്യണം. അവിടെ 72 ക്യാമറ കണ്ടിട്ടില്ല, ലാലേട്ടൻ കണ്ടിട്ടില്ല, ഷോയുടെ ഡയറക്ടേഴ്സും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതാണ് എൻ്റെ വിജയം. എനിക്കത് അങ്ങനെ മാത്രം പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പിന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നാണ് ആരും കരുതുന്നത്? അത് ഭയങ്കര ഒബ്വിയസ് അല്ലേ. ഈ ഒരു വീടാകുമ്പോൾ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമല്ലേ ഇൻട്രസ്റ്റിംഗ് ആയി പുറത്ത് പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ ഈ ഷോ കണ്ടിട്ടില്ല. ലൈക്ക് എന്തെങ്കിലും കാണിച്ചാലേ പുറത്ത് പോകത്തുള്ളൂ. ഞാൻ തന്നെയായിട്ട് ജീവിച്ചത് ആ ഷോയിൽ. ഞാൻ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാൻ ജോലി ആയിട്ടിരിക്കുന്നു, ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നു. എൻ്റെ വായന എന്തൊക്കെയാണ് വന്നത് ആ ഷോയിൽ നാച്ചുറലി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ടേപ്പും അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ ഒരു മാനറിസമിൽ. അപ്പോൾ അങ്ങനെ തന്നെ അനു ആയാലും ഈ കാര്യത്തിൽ അനുക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവും എന്തെങ്കിലും ഗോസിപ്പോ എന്തെങ്കിലും ഒരു ഫൺ കണ്ടന്റ് പുറത്ത് പോകാൻ. പക്ഷേ ആ ഫണ്ട് കളിച്ചത് അത് എൻ്റെ അഗേൻസ്റ്റ് ആയി പോയി. ഞാൻ അവിടെ മിണ്ടായിരിക്കാൻ പോണില്ല. ഐ വാസ് നോട്ട് ഗോണ ബി ക്വൈറ്റ് അബൌട്ട് ഇങ്ങനെ പോലെ ഡെലിക്കേറ്റ് ഇഷ്യൂസ്. നമ്മൾ ഈ സദാചാരം ആ സാധനമൊക്കെ പറയില്ലേ, അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും കാണുന്നുണ്ട് ഈ ഷോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വിട്ടുകള, ഡു വാട്ട് യു ഫീൽ ലൈക്ക്. അതായിരുന്നു എൻ്റെ ഒരു മോട്ടീവ്. ഈ ജിസൈൽ വിഷയത്തിലെ ആ സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആര്യനെ സപ്പോർട്ട് ചെയ്ത പലരും പുറത്തിറങ്ങിയ ശേഷം പ്ലേറ്റ് മറിച്ചത് ആര്യൻ അറിഞ്ഞിരുന്നു. തിരിച്ചു പറഞ്ഞത് കേട്ടിരുന്നു. അപ്പോൾ എന്താണ് തോന്നിയത്? പറഞ്ഞ ആൾക്കാർ എനിക്കൊന്നും തോന്നാന്നില്ല. ലൈക്ക് ഐ എം ജസ്റ്റ് സേയിങ് എത്ര കോടി ജനങ്ങൾ ഈ ഷോ കാണുന്നു. അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഈ ഒരു സമയത്ത്. അതിലത്തെ ബിഗ് ബോസ് ടീം ആയാലും ലാലേട്ടൻ ആയാലും 72 ക്യാമറ ആയാലും എനിക്കറിയാൻ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ പറയില്ല, നമ്മൾ കുറച്ച് ഫേമസ് ആകാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ നമ്മുടെ അഗെയിൻസ്റ്റ് സംസാരിക്കാൻ തുടങ്ങും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം എടുക്കാൻ നോക്കും. ഈ പറഞ്ഞ പോലെ കണ്ടന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയോ എന്തൊക്കെ പറയും. സോ ഈ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഓൺലി ഐ നോ ദ ട്രൂത്ത്. ഐ എം ദ ബിഗസ്റ്റ് ഈ പറഞ്ഞ പോലെ ഐ വിറ്റ്നസ്. നമ്മൾ കോർട്ടിൽ പോകുമ്പോൾ ചോദിക്കില്ലേ ബിഗസ്റ്റ് ഐ വിറ്റ്നസ് ആരാ ഈ ഒരു കേസിന്? ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഐ വിറ്റ്നസ് ഞാനാണ്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ അവിടെ കിടന്നൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇഷ്യൂ ആക്കിയിട്ട് ഇവർക്ക് വൈറലാവണമെങ്കിൽ ആവാം. എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. ഐ എം ടോട്ടലി ഓക്കെ. ഇന്ത്യ ഇസ് എ ഫ്രീ കൺട്രി, യു ഹാവ് എ ഫ്രീ സ്പീച്ച്, നിങ്ങൾ സംസാരിച്ചോളൂ. പക്ഷേ എനിക്ക് അത്ര ഉറപ്പുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ വെറുതെ അവിടെ കിടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിട്ട് ആരോപണമാണെങ്കിലും ഇറ്റ് വോണ്ട് എഫക്ട് മീ ബിക്കോസ് ഐ നോ ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്. സോ ഐ എം ടോട്ടലി ചിൽ അബൌട്ട് ഇറ്റ്. ആർക്ക് വേണമെങ്കിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യാം, നോ വറീസ്. ശരി. ഇപ്പം അനുമോൾ ആര്യനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. വയസ്സിന് മൂത്തയാളെ പ്രേമിക്കാൻ നടക്കുന്നു, നീ പാൽക്കുപ്പിയാണ്, എനിക്കിഷ്ടം നല്ല ആണത്തമുള്ള ആണുങ്ങളെയാണെന്നൊക്കെ. ഈ പ്രതികരണങ്ങളോടൊക്കെ ആര്യൻ എന്താണ് പറയാനുള്ളത്? അതാ പറഞ്ഞ അനുമോളുടെ ഗെയിമാണ്. അനുമോൾ ഇങ്ങനെ പോലത്തെ ഈ പറഞ്ഞ ഇങ്ങനെ പോലത്തെ വാക്കുകൾ കുറേ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ പാൽക്കുപ്പിയാണ് നീ, ഇങ്ങനെയാണ് നീ, അങ്ങനെയാണ് നീ. പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ഞാനും അനുമോൾ തമ്മിൽ നല്ല റാപ്പോസ് പോയിട്ടുണ്ട് അകത്ത് നിന്ന്. ലൈക്ക് നല്ല ടാസ്ക് ഒരുമിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കയറ് പിടിച്ച ടാസ്ക് ആയാലും ആ സമയത്ത് അവൾക്ക് പാൽക്കുപ്പി തോന്നിയില്ല. ആ സമയത്ത് വേണമെങ്കിൽ എന്നെ ഇഗ്നോർ അടിക്കായിരുന്നല്ലോ, വേണ്ട ചെയ്യില്ല, ആര്യനെ വേണ്ട, പാൽക്കുപ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. പാൽക്കുപ്പി, പിന്നെ ഈ പറഞ്ഞ ബാക്കിയെല്ലാ വാക്ക് എനിക്കതിൽ ഞാൻ പേഴ്സണലി ഒഫൻസ് എടുക്കാറില്ല ഇങ്ങനെ പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ സോ ഐ എം ഓക്കെ വട്ട് എവർ ഷീ കോൾസ് മീ ഓർ ഐ എം എ യങ്ങർ പേഴ്സൺ എന്ന് പറഞ്ഞില്ലേ. ഞാനൊരു ഒരു കുട്ടിയാണ്, എങ്ങനെ പ്രേമിക്കാൻ പറ്റും? ഞാൻ ആ ഷോയിൽ പ്രേമിക്കാനൊന്നുമല്ല പോയത്. ഞാൻ ആ ഷോയുടെ വിന്നറാൻ വേണ്ടിയാണ് പോയത്. എല്ലാം ടാസ്ക് ചെയ്യാനും ആക്റ്റീവായിട്ട് നിൽക്കാനും എൻ്റെ പരമാവധി 100% കൊടുക്കാനും. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു സിനിമ പ്രാന്തനാണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് എൻ്റെ മെയിൻ പ്ലാൻ. അപ്പോൾ അതല്ലാത്ത ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു ആൾക്കാർ എന്നെ അറിയും, ഇല്ലെങ്കിൽ എൻ്റെ അഭിനയം എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ആ ഒരു മോട്ടീവിലാണ് പോയത്. പ്രേമിക്കാൻ വേണ്ടി ഒന്നല്ല. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ചില ബോണ്ട്സ് നാച്ചുറലി ഉണ്ടാവും.
ലൈക്ക് ഇഫ് യു ലൈക്ക് സം പീപ്പിൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയാലും അപ്പാണി ആയാലും അക്ബർ ആയാലും ഇതെല്ലാം നാച്ചുറലി ഉണ്ടായ ബോൺസ് ആണ് വിത്ത് ജിസേൽ ആസ് വെൽ. ജിസേൽ എനിക്കൊരു സ്പെഷ്യൽ മെമ്പർ ആയിരുന്നു ഈ വീട്ടിൽ. ഫുഡിൻ്റെ കാര്യത്തിലായാലും സംസാരത്തിൻ്റെ കാര്യമായാലും ഷി വാസ് ഓൾവേസ് വിത്ത് മീ. സോ ഐ ഫീൽ അങ്ങനെ വയസ്സ് നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ ചൂസ് ജിസേലിന്റെ അമ്മ വന്നതിന് ശേഷം ഒരു ഗെയിം ചേഞ്ചിന് വേണ്ടി ആരും ശ്രമിച്ചതായിട്ട് തോന്നി, അതുവരെയുള്ള ഒരു അടുപ്പം കാണിക്കാത്തതുപോലെ തോന്നി, അങ്ങനെ തന്നെയായിരുന്നോ? ഗെയിം ചേഞ്ച് പറയില്ല. ഞാൻ എവിടെയോ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എടാ മലയാളം പ്രേക്ഷകർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, മലയാളം പ്രേക്ഷകർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് അടിക്കും, അങ്ങനെ ചെയ്യരുത്. ആ വീട്ടിൽ ഉള്ളിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി, എടാ ഇത് മറ്റേ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ട ആ ഒരു വാക്കുണ്ടായിരുന്നു നാട്ടിൽ എന്തോ ഒരു കുളസ്ത്രീ അങ്ങനെ എന്തോ ഒരു വാക്കൊക്കെ എന്തൊക്കെ യൂസ് ചെയ്തിരുന്നു. ഈ ഷോ കാണുന്ന കുടുംബ പ്രേക്ഷകരോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ലടാ, എങ്ങനെ നീ കിടക്കാൻ പറ്റും പെൺകുട്ടികളുടെ സൈഡിൽ. ഞാൻ പറയടാ ഞാൻ പെൺകുട്ടി ആൺകുട്ടി തമ്മിൽ അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല, എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ. അപ്പോൾ ആരുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ അവരെല്ലാവരും പറഞ്ഞപ്പോഴേ നീ എൻ്റെ അഭിപ്രായത്തിൽ നീ അവിടെ കിടന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ശരി എൻ്റെ ഫ്രണ്ട്സ് അല്ലേ പറയണത്, അവർക്ക് കൂടുതൽ അറിയാം ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ സൈഡിൽ പോയി കിടന്നോളാം, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉണ്ടായുള്ളൂ ഇഷ്യൂ. അങ്ങനെ ഗെയിം ചേഞ്ചോ ഗെയിം പ്ലാനോ അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി ആയിട്ടൊന്നും ഞാൻ കരുതിയിട്ടുമില്ല ഈ വീട്ടിൽ. ശരി. ഇപ്പോൾ പി ആറുമായി ബന്ധപ്പെട്ട്, അത് പ്രത്യേകിച്ച് ആര്യന്റെ പി ആറുമായി ബന്ധപ്പെട്ട് ശോഭയ്ക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ട്, അതറിഞ്ഞായിരുന്നു? ഈ പറഞ്ഞ പോലെ ഈ വീട്ടിൽ എത്ര പേർക്ക് പി ആർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയ പൂജിത ആയാലും അരുൺ സണ്ണി ആയാലും പിന്നെ നമ്മുടെ ജാങ്കോ സ്പേസിൻ്റെ ചേട്ടനായാലും ഇവരെനിക്ക് വേണ്ടി ഫാമിലി പോലെ അവിടെ നിന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യാൻ, എനിക്ക് വേണ്ടി ഈ പോകുന്ന വഴിക്ക് ആൾക്കാരെ ബസ്സിൽ പോയിട്ട് ആര്യന് വേണ്ടി വോട്ട് ചെയ്യണം, അങ്ങനെ പോലത്തെ ഒരു ഈ പറയുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്താണ് ഈ പി ആർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആര്യന് വേണ്ടി വോട്ട് ചെയ്യും, നല്ല കണ്ടസ്റ്റൻ്റ് അല്ലേ, അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്ത് നല്ല ആക്ടേഴ്സ് വഴി എൻ്റെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യിപ്പിച്ചാണ് എൻ്റെ പി ആർ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വേറെ സൈഡ് ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ ചില വോട്ട്സ് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് സത്യമാണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കേട്ട കാര്യമാണ്. അപ്പോൾ ആ സൈഡ് ഓഫ് പി ആർ ഉണ്ടെങ്കിൽ ആ പി ആർ എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാവരുത്. എല്ലാം ഈ പറഞ്ഞ പോലെ റോ ആൾക്കാർ ഈ ഷോയിൽ വന്നിട്ട് ആൾക്കാരുടെ സ്നേഹം ഗെയിൻ ചെയ്തിട്ട് they should win the show like that. That's what I feel. So ശോഭ പറയുന്നത് ദാറ്റ് ആര്യന് സത്യം പറഞ്ഞാൽ പി ആർ ഉണ്ടായിട്ടില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പി ആർ ഇല്ല. I have public relation എന്ന് പറയുമ്പോൾ I have a relation with the public audience. When I'm posting pictures, communicating with the audience, fan groups ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പൂജിത അരുൺ സണ്ണി എല്ലാവരും ഉണ്ടായിട്ടുണ്ട്, ജാങ്കോ സ്പേസിൻ്റെ ചേട്ടനൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരെൻ്റെ കൂടെ എപ്പോഴും നിൽക്കും. They are with me for past 7 to 8 years now. അവരെൻ്റെ കോർ ടീമാണ്. അപ്പോൾ അതല്ലാതെ എൻ്റെ കയ്യിൽ ഈ വോട്ട്സ് വാങ്ങിക്കാനോ വോട്ട്സ് മറയ്ക്കാനോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല ഈ കാര്യങ്ങളൊക്കെ. ഐ ആം ജസ്റ്റ് ക്ലൂലെസ്. So Shobha is she's being speaking correctly when she's saying എനിക്ക് പി ആർ ഇല്ല, അത് കാരണം ഞാൻ ജയിച്ചില്ല. അത് 100% കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ശോഭ. ശരി. ആര്യൻ, ഈ അനുമോളെ ചുറ്റിപ്പറ്റിയാണോ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടന്റൊക്കെ ഡെവലപ്മെന്റ് ആകുന്നത്? ഇപ്പോൾ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇഷ്യൂ ആര്യൻ അറിയാമല്ലോ, നൂറ ആദില അനുമോൾ കോംബോ ഒക്കെ തല്ലി പിരിഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്.